ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതേ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്നത് ഈ ഒരു പാസ്തയുടെ റെസിപ്പിയാണ് കേട്ടോ. ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ഒരു പാസ്തയുടെ റെസിപ്പി കണ്ടു. പക്ഷേ എൻ്റെ അടുത്താണെങ്കിൽ ഫ്രഷ് ക്രീമോ ചീസോ ഒരു സാധനങ്ങളില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു ഉള്ളത് വെച്ച് ഞങ്ങൾക്കൊന്ന് ചെയ്തെടുക്കാമെന്ന്. വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഞാൻ ഈ ഒരു പാസ്ത ചെയ്തെടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്കും ഇതൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് അതിലേക്ക് ഒരു 4-5 പീസോളം വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഒരു തക്കാളിയും കൂടി ഞാൻ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു റെസിപ്പി പക്ക ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പാസ്തയുടെ റെസിപ്പി അല്ല കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് മൂന്നും കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടിട്ട് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കൂ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും പെപ്പർ പൗഡറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മൂന്നും നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ ഒട്ടും വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഈ ഒരു ഈ ഒരു മിക്സ് മാത്രം ഇട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇത് ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പേസ്റ്റൊക്കെ ആക്കിയതിന് ശേഷമാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇനി ഇത് ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ലൈറ്റ് വേരിയേഷൻ കാരണമാണ് ഇപ്പോൾ രണ്ടിൻ്റെയും നേരത്തെ ക്ലിപ്പിൻ്റെയും ഈ ഒരു ക്ലിപ്പിൻ്റെയും പേസ്റ്റിൽ നല്ല കളർ ഡിഫറൻസ് തോന്നിക്കുന്നത്. അല്ലാതെ ഞാൻ വേറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം ഓണിൽ വേണം. മീഡിയം ടു ഹൈയിൽ ഞങ്ങൾക്ക് ഇടാം കേട്ടോ. ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് ഒരു മീഡിയം ഫ്ലെയിമിലാണ്. ഇനി ഇതിലോട്ടേക്ക് അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. ഞാൻ കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞങ്ങൾക്ക് അത്രയ്ക്ക് ഈ ഒരു സോസിനോട് എടുത്ത് അറിയുന്നതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കുറച്ച് ഇട്ട് കൊടുത്തത്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ പോയി ചെറുതായി ഒന്ന് കുറുകുന്നത് വരെ ഒന്ന് ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറുകാനൊന്നും കാത്തില്ല. ഇനി ഇതിലേക്ക് ആഡ് ചെയ്തത് കുറച്ച് ചിക്കൻസ് ഫ്രൈ ചെയ്തതാണ്. ചിക്കന് തികച്ച ഓപ്ഷണലാണ് കേട്ടോ. വീട്ടിലുണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഈ പേസ്റ്റിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സോ ഒറിഗാനോ ഒക്കെ ഇടാം. അതൊക്കെ നല്ലൊരു ഫ്ലേവർ തരുന്നതായിരിക്കും. പക്ഷെ ഞാൻ അതൊന്നും ഇവിടെ ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഞാൻ ഇതിലോട്ട് പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വെള്ളത്തിലേക്ക് കുറച്ച് ഓയിലും ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. ശേഷം നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പാസ്ത വീട്ടിലുണ്ടാക്കാം കേട്ടോ. പിന്നെ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നേരത്തെ പറഞ്ഞതുപോലെ ഇത് പക്ക ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഒന്നല്ല, എങ്കിലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് സേവ് ചെയ്ത് ഞങ്ങൾക്ക് തിന്നാം കേട്ടോ. നൈറ്റത്തെ ഭക്ഷണത്തിനൊക്കെ പകരം കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ അവരും നല്ലതുപോലെ ഇത് കഴിക്കും. ആൻഡ് ഹെൽത്തിയുമാണ്. ഒരു സൈഡ് എഫക്ട്സോ അങ്ങനെ ഒന്നും പറയാനില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ലൊരു പാസ്ത റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ. For more videos, go and check my page. Thank you.